ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും. നമ്മളെല്ലാം ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാം നല്ലതെന്ന് കണ്ട് അങ്ങനെ ജീവിക്കുക, അതാണല്ലോ ജീവിതം. അങ്ങനെ ജീവിക്കുന്ന ഒരമ്മയുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ വലിയൊരു അപകടം പറ്റുന്നു. കുറേ കാലം അമ്മ, ഒരു വർഷത്തോളം അമ്മ കിടപ്പിലാവുന്നു. പക്ഷെ അമ്മ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പൂർവാശക്തിയോടെ നല്ല ഭക്ഷണം നാട്ടിലെ കഴിപ്പിച്ച് അങ്ങനെ പോവാണ്. അപ്പോൾ അമ്മയെ കാണാം, വാ. കോവിഡ് സമയത്താണ് ഞാൻ തട്ടുകട എൻ്റെ അമ്മേൻ്റെ വീട്ടിൻ്റെ അവിടെ വച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ മാറ്റിയിട്ട് 2 വർഷമായി. ഊണിൻ്റെ പരിപാടിയായിരുന്നു. ചിമ്മേ സ്കൂളിലത്തേക്ക് ഒരു ഓർഡറിന് യൂത്ത് ഫെസ്റ്റിവലിന് 5 ദിവസത്തെ പരിപാടിക്ക് ഊണിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ദിവസം കൊടുത്ത് 2ാമത്തെ ദിവസമാണ് എനിക്കൊരു അപകടം പറ്റി. സാമ്പാർ കൈ കൂടെ കരിഞ്ഞ് വീണ് കൈയും ദേഹം ശരീരം മൊത്തം പൊള്ളി. അങ്ങനെ ഒരു 6 മാസം വരെ ചികിത്സയിലായിരുന്നു. അതോടെ കൂടെ കച്ചവടം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ 1 മാസം ആയതേ ഉള്ളൂ തുറന്നിട്ട്. വലിയ ലാഭം ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകണം. മോളയച്ചാൽ കുറച്ച് കടവും ബാധ്യതകളെല്ലാം ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഇതിലോട്ട് സുഖമില്ലാതിരുന്നിട്ടും ഞാൻ വന്നത്. ഈ കട വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം 50 രൂപ. 3 ദോശ, പപ്പടം, ഓംപ്ലേറ്റ്, രസവട എല്ലാം കൂടി അത് 50 രൂപ. 3 പഴംപൊരിയും ബീഫും കൂടെ 50 രൂപ. 13 ഇഡ്ഡലി, മുളക് പൊടി, സാമ്പാർ, ചമ്മന്തി, ദോശപ്പൊടി 50 രൂപയാണ്. അപ്പോൾ എന്ത് ഈ 50 രൂപയുടെ തീം എന്താ? എല്ലാത്തിനും 50 അല്ലേ? എല്ലാത്തിനും 50. കച്ചവടം സെയിൽസ് നടക്കണം, എന്തെങ്കിലും കിട്ടണം, അത്ര മാത്രം. ഇപ്പം അങ്ങനെ കൊടുത്തപ്പോൾ കച്ചവടം പറഞ്ഞുണ്ട്. കൊച്ചു കുട്ടികളെല്ലാം നല്ല താല്പര്യമായി ഇത് കഴിക്കണം. കൊള്ളാലോ, ചമ്മന്തി ഇഞ്ചിയെല്ലാം വെച്ചാണ് അരയ്ക്കണത്. അപ്പം നമ്മൾ ഈ കുക്കിംഗ് ഒക്കെ എവിടുന്ന അമ്മ? കുക്കിംഗ് എല്ലാം എൻ്റെ വീട്ടിൽ നിന്നാണ് പാചകം ചെയ്ത് കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് പഴംപൊരി, മുട്ട ഓംപ്ലേറ്റ്, ദോശ ഇതെല്ലാം ഇവിടെ വെച്ച്. ഓരോയിടത്തും ഇപ്പം വിപുലമായി വാഴയ്ക്കപ്പം, പഴംപൊരി, ബീഫ്, പാൽക്കുഴക്കട്ട എല്ലാം. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ വീട്ടിലൊന്ന് സാമ്പിൾ നോക്കി. അപ്പം പരീക്ഷിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടോട്ട് മാറ്റി. അപ്പോൾ ആൾക്കാർ വന്നുണ്ട്. ഈ 3 പഴംപൊരിയും ബീഫും 50 രൂപ മുതലാവുമോ? മുതലാവില്ലേ, എന്നാലും കഴിക്കുന്നവർക്ക് തൃപ്തിയായിട്ട് കഴിക്കും. ഇപ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ, ഓഫറിലല്ലേ സാധനം കൊടുക്കണത്. അപ്പം നമ്മൾ കൊടുത്താലല്ലേ നമുക്കും ബിസിനസ് നടക്കുള്ളൂ. ഇപ്പൊ ആരോഗ്യം എങ്ങനെ റെഡിയായോ? കാര്യം കൈ അനക്കാൻ വയ്യതാ, പൊള്ളിയത് അപ്പോഴപ്പോഴും അതാ ഇങ്ങനെ പുള്ളി കയറുന്നുണ്ട്. കണ്ട മരുന്നിലെ ഓയിൽമെന്റിലാണ് നിൽക്കുന്നത്. കൈക്ക് മാത്രമേ ഉള്ളൂ? കൈ ശരീരം ലെഫ്റ്റ് സൈഡ് മൊത്തം. ഇത് എക്സൽ ലൊക്കേഷൻ പറയുമ്പോൾ സ്ഥലം എവിടെ വരുന്നത്? ആറ്റുകാൽ അമ്പലത്തിൽ പോണ വഴിയിൽ തുഞ്ച സ്കൂളും ചിമ്മ സ്കൂളിന്റെ മധ്യത്തിലായിട്ടാണ് ഈ കട ഇരിക്കുന്നത്. ഓപ്പണിംഗ് 6 മണിക്കാണ്. 6 മണിക്ക്, 6 മണി തൊട്ട് 10:30 വരെ. ഞായറാഴ്ച അവധി. ട്രിവാൻഡ്രം സിറ്റി ഞാൻ കണ്ടെടുത്തോളം ഇവിടെ കുഞ്ഞു കടകളിലാണ് ഏറ്റവും നല്ല രുചികൾ ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ. ആറ്റുകാൽ അമ്മയെ കാണാൻ വരുമ്പോൾ നമ്മുടെ ഈ സിന്ധു അമ്മയെ വന്ന് കണ്ടേക്കുക. വൈകുന്നേരം 6 മണി അമ്മ കട തുറക്കും. വന്നു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി നല്ല സ്വാദോട് കൂടിയ നല്ല ഹോംലി ഫുഡ് കഴിച്ചിട്ട് മടങ്ങാം. അപ്പോൾ തൽക്കാലം ഞാൻ പൊക്കോട്ടെ, വേണം. ഓക്കെ, ബൈ, സി യു, വീണ്ടും കാണാം.